ശ്രീ കെ എം ഷാജകൻ തീക്കാലങ്ങളുടെ ഓർമ്മയിൽ എന്ന പേരിൽ VSൻ്റെ ഒരു അനുസ്മരണം സംഘടിപ്പിക്കുകയാണ്. ഒരു ജന്മം കൊണ്ട് ആ മനുഷ്യൻ എന്തിനൊക്കെ എതിരെ പോരാട്ടിയിട്ടുണ്ടോ, എന്തെല്ലാം പറഞ്ഞാണ് അയാളുടെ രാഷ്ട്രീയപരമായ ആ പ്രസ്ഥാനത്തെ വളർത്തിയത്, അതിനെല്ലാം ഒരു പ്രതിക്കൂട്ടിലായ ഒരു ഭരണകൂടം ആണ് നിലവിലുള്ളത്. ഇതിനെല്ലാം എതിരെയുള്ള ഒരു വെല്ലുവിളി തന്നെയാണോ ഈ ഒരു സമ്മേളനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം 2025 ജൂലൈ 21 VS ഭൗതികമായി നമ്മൾ വിട്ടുപിരിയുന്നത്. അങ്ങനെ വിട്ടുപിരിഞ്ഞിട്ടിപ്പോൾ ഏതാണ്ടൊരു 2 മാസക്കാലമാകാൻ പോകും. ഇതിനിടയിൽ നടന്ന പല സംഭവങ്ങളുണ്ട്. ഒന്ന്, VS അനുസ്മരണ സമ്മേളനം എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ഈ പറഞ്ഞ പോലെ കുറേ ഫാൾസുകൾ നമ്മുടെ സമൂഹത്തിൽ നടന്നു. CPM VSനെ സ്മരിച്ചു, ഭരണകൂടം VSനെ സ്മരിച്ചു. അതിൻ്റെയൊക്കെ ഒരു എത്ര ബാലിശമായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. എന്നാൽ അതിനേക്കാളെല്ലാം ഉപരി, പ്രത്യേകിച്ച് VSൻ്റെ വിയോഗത്തിന് ശേഷം കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന അതിഭീകരമായൊരു മാറ്റമുണ്ട്. ആ മാറ്റം യഥാർത്ഥത്തിൽ VSൻ്റെ മരണശേഷം തുടങ്ങിയതല്ല, നേരത്തെ തുടങ്ങിയതാണെങ്കിലും അത് കഴിഞ്ഞ ഒരു 1.5 മാസത്തിനിടയിൽ അതങ്ങ് വല്ലാതെ അങ്ങേയറ്റം ജീർണിച്ചത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ അഴിമതിയുടെ കാര്യത്തിലാവട്ടെ, ഇപ്പോൾ സ്ത്രീ പീഡനത്തിൻ്റെ കാര്യത്തിലാവട്ടെ. ഇപ്പോൾ സ്ത്രീ പീഡനത്തിൻ്റെ കാര്യം തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും VSൻ്റെ ഭാഷയെ പറഞ്ഞ നരാധമന്മാർ എന്നുള്ള നിലയിലാണ് പോകുന്നത്. ഇപ്പോൾ കോൺഗ്രസിനകത്താണെങ്കിൽ രാഹുൽ മാങ്കൂട്ടം പോലെ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സമരം ചെയ്യുന്ന CPMൻ്റെ അകത്ത അവസ്ഥ എന്താ? ഇപ്പോൾ സ്വപ്ന സുരേഷ് കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് പറഞ്ഞത്, ഗണേഷ് കുമാർ, മുകേഷ് അവരെ വെച്ചുകൊണ്ടത്, BJPക്കകത്താണെങ്കിലും BJPക്കകത്തും ഈ കൃഷ്ണകുമാറിനെ പോലുള്ളവർക്ക്. അപ്പോൾ ആ നിലയിൽ ഈ സ്ത്രീ പീഡനത്തിൻ്റെയൊക്കെ കാര്യത്തിൽ നമ്മൾ ഒരിക്കലും കാണാത്ത നിലയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്ത്രീ പീഡകരുടെ കാര്യത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു. അഴിമതി നമ്മൾ പ്രത്യേകിച്ച് പറയുന്നത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം മനോരമയിൽ വന്ന വാർത്ത എന്ന് പറഞ്ഞാൽ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി അവർ കയ്യിൽ 9 കോടി രൂപ, സർക്കാരിൻ്റെ 9 കോടി രൂപ അവർ കയ്യിൽ വെച്ചിരിക്കുകയാണ് 6 വർഷമായിട്ട്. സർക്കാരിൻ്റെ ഒരു നയ പൈസ ചിലവഴിക്കണമെങ്കിൽ പോലും നടപടിക്രമങ്ങളുള്ള സാഹചര്യത്തിലാണ് 6 വർഷം 9 കോടി രൂപ അവർ കയ്യിൽ വയ്ക്കും. അതുപോലെ തന്നെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വന്ന പോലീസ് മർദ്ദനം, സമാനതകളില്ലാത്ത, നമ്മൾ പോലീസ് മർദ്ദനത്തെക്കുറിച്ച് ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷേ സമാനതകളില്ലാത്ത. അപ്പോൾ ആ നിലയിൽ കഴിഞ്ഞൊരു 1.5 മാസക്കാലമായി നമ്മുടെ രാഷ്ട്രീയം ഇതുവരെ കാണാത്ത നിലയിൽ അത്യഭൂതപൂർവമായി, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അൺപ്രസിഡൻറ്റഡായി അത് ജീർണിക്കുന്നത് നമ്മൾ കാണുന്നത്. ആ ജീർണതയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, സാധാരണഗതിയിൽ ഈ ജീർണത പ്രധാനമായും ഭരണകൂടത്തെയാണ് ബാധിക്കാറ്. അതാണ് നമ്മൾ ഇതുവരെ കണ്ടുവന്നിട്ടുള്ളത്, അല്ലേ? പക്ഷേ ഇപ്പോൾ എന്താ അവസ്ഥ? ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണകൂടത്തിന് സമാനമായോ അതിനേക്കാൾ മോശമായോ പ്രതിപക്ഷവും ജീർണിക്കുന്നു. ഇപ്പോൾ നമ്മൾ പ്രതിപക്ഷത്തെ കണ്ടിട്ടുണ്ട്, കേരളത്തിൽ നല്ല പ്രതിപക്ഷത്തെ കണ്ടിട്ടുണ്ട്, നല്ലതല്ലാത്ത പ്രതിപക്ഷത്തെ കണ്ടു. പക്ഷേ ചീത്തയായ ഒരു പ്രതിപക്ഷത്തിനെ, അതായത് ഒന്നും ചെയ്യാത്ത ഒരു പ്രതിപക്ഷത്തിന്, കഴിഞ്ഞ 4.25 വർഷം എടുത്ത് നോക്കിയാൽ 1000 പേരെ സംഘടിപ്പിച്ചൊരു സമരം നടത്താൻ പോലും കഴിയാത്ത ഈ വരിയുടയ്ക്കപ്പെട്ട ഒരു പ്രതിപക്ഷം. കോടതിയിലുള്ള വ്യവഹാരങ്ങൾ നമ്മൾ നോക്കുക. VS അച്യുതാനന്ദൻ്റെ കാലത്ത് അത് ഏറ്റവും പ്രധാനമാണ്. രമേശ് ചെന്നിത്തലയുടെ കാലത്ത് പോലും കോടതിയിൽ ഒരുപാട് പോരാട്ടങ്ങൾ നടന്നു. എന്നാൽ ഈ കഴിഞ്ഞ 4.25 വർഷം നമ്മൾ എടുത്ത് നോക്കി, കോടതിയിൽ പോകാൻ കഴിയാവുന്ന ഒരു 2-3 ഡസൻ വിഷയങ്ങളുണ്ടായിട്ടും കോടതിയില്ല. കോടതിയിൽ പോയത് തന്നെ തിരിച്ചടി നേരിടുന്നു. അപ്പം ഇപ്പം നമ്മൾ കാണുന്നത് ഒരു അസാധാരണമായൊരു സാഹചര്യം. അതായത് ഭരണകൂടം അതിഭീകരമായി ജീർണിക്കുന്നു. ഇപ്പോൾ CPMനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ 1964 ശേഷം ഒരു CPMൻ്റെ ഗവൺമെൻറ് ഇത്രയും ജീർണിച്ച അവസ്ഥ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഒരു പ്രതിപക്ഷം ഇത്രയും ജീർണിച്ച അവസ്ഥയും ഉണ്ടായിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയം നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിൽ സമാനതകളില്ലാതെ ജീർണിക്കുന്നു. ആ ജീർണതയുടെ പശ്ചാത്തലത്തിലാണ് നമ്മൾ VSനെ ഓർക്കുന്നത്. ആ ജീർണതയുടെ പശ്ചാത്തലത്തിൽ നമുക്ക് ഇപ്പോൾ എന്നെപ്പോലുള്ള പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം 3-4 പ്രാവശ്യമെങ്കിലും ഒരു ദിവസം VSനെ ഓർക്കുക. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം വരുമ്പോഴത്തേക്കും VS നരാധമന്മാരെക്കുറിച്ച് പറഞ്ഞത് നമ്മൾ ഓർക്കുക. പോലീസ് മർദ്ദനം വരുമ്പോഴത്തേക്കും നമ്മൾ ഓർക്കുന്നത് എന്താണ്? നമ്മൾ ഓർക്കുന്നത് VS ഉണ്ടായിരുന്നെങ്കിൽ VS അവിടെ ഒരു നിരാഹാരം ആരംഭിച്ചാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ VSനോട് ജോലി ചെയ്യുമ്പം ഒരു ദിവസം രാത്രി 7 മണിയായപ്പോഴത്തേക്ക് ഞാൻ വീട്ടിൽ പോയി. റിട്ടേൺ ചെയ്യാപ്പോൾ എന്നോട് ഒരാൾ വിളിച്ചിട്ടുണ്ട്, VS അവിടെ നിരാഹാരം കിടക്കുന്നു. ഞാൻ പറഞ്ഞു, എന്തൊരു അസംബന്ധം, കാരണം ഞാൻ 7 മണിക്ക് VSനെ കണ്ടിട്ട് പോകുന്നതാണ്, എന്നോട് പറഞ്ഞിട്ടില്ല. എന്നാൽ നീ പോയി നോക്കണമെന്ന് പറഞ്ഞു. ഞാൻ വണ്ടി കയറി അവിടെ ചെല്ലുമ്പോഴത്തേക്കും 82 വയസ്സുകാരനായിട്ടുള്ള VS സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിരാഹാരം കിടക്കുന്നു. ഒരു 10,500 ആളുണ്ട് അവിടെ. അപ്പോൾ ഞാൻ ചെന്ന് VSനോട് ചോദിച്ചു, സഭ ഇതെന്താണ് സംഭവം? അല്ല, അത് കുട്ടികൾ അവിടെ പന്തൽ കെട്ടാൻ പോയപ്പോൾ പോലീസ് സമ്മതിച്ചില്ല, എന്നാൽ ഞാൻ ഇങ്ങോട്ട് പോകുന്നേക്കാന്ന് പറഞ്ഞുകൊണ്ട് SFI പിള്ളേർ പന്തൽ കെട്ടാൻ സമ്മതിക്കാതിരുന്നിടത്തേക്ക് നിരാഹാരവുമായി പോയ VS ഇതുപോലൊരു പോലീസ് മർദ്ദനം നടക്കുമ്പോൾ VS ഉണ്ടായിരുന്നെങ്കിൽ ഒരു സംശയവും വേണ്ട, VS അവിടെ നിരാഹാരം കിടക്കും.
ആ സ്ഥാനത്ത് 5 വർഷമായിട്ട് ഒരു മിനിറ്റ് പോലും നിരാഹാരം കിടക്കാൻ തയ്യാറാവാത്ത 62 വയസ്സുകാരനായിട്ടുള്ളൊരു പ്രതിപക്ഷ നേതാവാണ് നമുക്കുള്ളത്. ഇനി സ്ത്രീ പീഡനത്തിൻ്റെ കാര്യം നമ്മൾ എടുക്കൂ. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ചും കടകംപള്ളി സുരേന്ദ്രനെക്കുറിച്ചും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. ഞാനിപ്പോൾ ഓർക്കുന്നത് 2006 തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ 2 പേരെ മത്സരിപ്പിക്കണോ വേണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് തർക്കം വന്നു. അതിലൊന്ന് നീലലോഹിതദാസ് നാടാരും, മറ്റത് ആൻ്റണി രാജുവാരും. നീലലോഹിതദാസ് നാടാർക്കെതിരെ എന്തായിരുന്നു അന്ന് നളിനി നെറ്റുമായി ബന്ധപ്പെട്ട ആരോപണം? ഒറ്റ വാചക വീസ് പറഞ്ഞുള്ളൂ, നരാധമന്മാർ, സ്ത്രീകളെ പീഡിപ്പിക്കുന്നവർ തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ കഴിയില്ല. ആ ഒരു ഒറ്റ വാചകത്തിലാണ് നീലം പോയത്, മനസ്സിലായോ? അപ്പം അത് നമ്മളിപ്പോൾ ഓർക്കുക, മനസ്സിലായോ? അപ്പോൾ സ്വാഭാവികമായും വി എസ് ഭൗതികമായി നമ്മളെ വിട്ടുപിരിഞ്ഞു പോയെങ്കിലും വി എസിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചും വി എസിൻ്റെ പ്രത്യയശാസ്ത്രത്തെക്കുറിച്ചും നമുക്ക് ഓർക്കാൻ വയ്യാത്ത ഒരു ദിശാസന്ധിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ പശ്ചാത്തലത്തിൽ വി എസിൻ്റെ രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവും മനസ്സിൽ കൊണ്ടു നടക്കുന്നവർ, വി എസിൻ്റെ രാഷ്ട്രീയത്തിനും പ്രത്യയശാസ്ത്രത്തിനും വേണ്ടി പോരടിച്ചു കൊണ്ടിരിക്കുന്നവർ, അതിലൊരാൾ ഞാനാണ് എന്ന് ഞാൻ അവകാശപ്പെടുന്നു. അങ്ങനെ ഒരുപാട് ആളുകളും ഒരുപാട് സംഘടനകളും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഉണ്ട്. എന്താ വി എസിൻ്റെ സമരത്തിൻ്റെ പ്രത്യേകത? അത് 2 ഇതാണ്. ഒന്ന്, വിട്ടുവീഴ്ചയിൽ, അൺകോംപ്രമൈസിങ്. 2, അൺറിലൻറ്റിങ്. എന്നുവെച്ചാൽ വിട്ടുവീഴ്ചയില്ലാത്ത അചഞ്ചലമായിട്ടുള്ള പോരാട്ടമായിരുന്നു വി എസ് അച്യുതാനന്ദൻ്റെ മുഖമുദ്ര. അപ്പോൾ അത് വി എസ് അഴിമതിക്കെതിരെ, ഭൂമി കയ്യേറ്റത്തിനെതിരെ, സ്ത്രീ പീഡനത്തിനെതിരെ, മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെയൊക്കെ വി എസ് ചെയ്തു. അതിന് ഇന്ന് കേരളത്തിൽ ഏറ്റവും വലിയ പ്രസക്തിയുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞാൻ പറഞ്ഞത് അത് കുറച്ചൊരു ഒരു ഓവർ എന്തൂസിയാസ്റ്റിക് ആണെങ്കിൽ പോലും ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിലെ രാഷ്ട്രീയത്തിനെ മാറ്റിമറിക്കാൻ പോലും കെൽപ്പുള്ള ഒരു വലിയ സമരായുധം നമുക്ക് തന്നിട്ടാണ് വി എസ് നമ്മളെ വിട്ടുപിരിഞ്ഞ് പോയത്. എന്ന് പറഞ്ഞാൽ വി എസ് നമ്മളെ ഭൗതികമായി വിട്ടുപോയെങ്കിലും വി എസ് ഒരു പോരാട്ട ഭൂമിക നമ്മുടെ മുമ്പിൽ തുറന്നു തന്നിട്ടാണ് പോയത്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്കും ഒരു കണ്ടക്ടർ തന്നെ പരിചയപ്പെട്ടു. അപ്പോൾ വി എസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. ആ കണ്ടക്ടർ എന്നോട് പറയാം, സാറേ എന്തോ ഒന്ന് നഷ്ടപ്പെട്ട പോലെ ഒരു തോന്നൽ സാറേ. ഞാൻ എന്ത് പറ്റി? അല്ല സാറേ, അത് വി എസ് പോയപ്പം എന്തോ ഒരു ധൈര്യം പോയതുപോലെ. മനസ്സിലായി? അതാണ് സാധാരണ ജനങ്ങളുടെ മനസ്സിലുള്ളൊരു വികാരം, മനസ്സിലായോ? ഇപ്പം ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊക്കെ ഇപ്പോൾ കൂടുതൽ ഊർജ്ജം കിട്ടിയിരിക്കുകയാണ് വി എസിൻ്റെ, മനസ്സിലായി? അപ്പോൾ അതിനെ ഒന്ന് ധ്രുവീകരിച്ചെടുക്കാൻ ഇപ്പം ശ്രീത്ത് മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ വി എസിൻ്റെ വിലാപയാത്രയാണ്. അപ്പോൾ എന്നോട് എൻ്റെ ഒരു സുഹൃത്തൊരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്നോട് പറഞ്ഞു, ഈ ഏറ്റവും കൂടുതൽ ആളുകൾ ടി വി കാണുന്നത് ഇലക്ഷൻ റിസൾട്ട് വരുന്ന ദിവസമാണ്. കാരണം ഭരണം മാറുമില്ല എന്നുള്ളത്. അപ്പോൾ അന്നാണ് ഈ ടി വിയുടെ റേറ്റിംഗ് ഏറ്റവും. അതിനേക്കാൾ കൂടുതലായിരുന്നു വി എസിൻ്റെ വിലാപയാത്ര. നോക്കുമ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു 600-700ഓളം പോയിൻറ്റുകൾ മാർക്ക് റേറ്റിങ്ങിൽ, മനസ്സിലായി? അപ്പം ഇലക്ഷൻ്റെ റിസൾട്ടിൻ്റെ അന്നുള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ വി എസ് അച്യുതാനന്ദൻ്റെ വിലാപയാത്ര കണ്ടു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എത്രയാണെന്നറിയാം മാർക്ക് റേറ്റിംഗ്? 150-200 ഉള്ളൂ. അന്ന് 600 ചില. അപ്പോൾ അത് കാണിക്കുന്നത് എന്താണ്? അത് കാണിക്കുന്നത് വി എസിൻ്റെ രാഷ്ട്രീയത്തിനും പ്രത്യയശാസ്ത്രത്തിനും കേരളത്തിൻ്റെ അടിത്തട്ടിലുള്ള ജനങ്ങളുടെ മനസ്സിലുള്ള സ്ഥാനമാണത് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് ഒന്ന് ധ്രുവീകരിച്ചെടുക്കാൻ കഴിയണമെന്നൊന്നും നിർബന്ധമില്ല. ചിലപ്പോൾ നമ്മൾ പരാജയപ്പെടും. പക്ഷേ അതിന് കഴിഞ്ഞാൽ അതിൻ്റെ സാധ്യത വളരെ വലുതാണ് കേരളത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്നുള്ളത് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ കുറേ ആളുകൾ, ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ പേരുകളൊന്നുമില്ല, അതിനകത്ത് ഞാനുണ്ട്, ഞാൻ എന്നെപ്പോലെ വേറെ ആളുകളുണ്ട്. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുമ്പോഴേ അത് നമ്മൾ ഈ ഒരു മൂവ്മെൻറ്റ് അതൊരു ഭരണകൂടത്തിന്, പ്രത്യേകിച്ച് പിണറായി സർക്കാരിനെതിരെയുള്ള ഒരു വെല്ലുവിളിയാവില്ലേ? അല്ല, അത് സ്വാഭാവികമാണല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം, ആ ഭരണകൂടത്തിനെതിരെ ഇപ്പം കോൺഗ്രസ് ജീർണിച്ചു, പ്രതിപക്ഷം ജീർണിച്ചു എന്നൊക്കെ പറയുന്നത് നിലനിൽക്കുമ്പോൾ പോലും CPM-ൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഭരണകൂടത്തിനെതിരെ സമാനതകളില്ലാത്ത എതിർപ്പും പ്രതിഷേധവും പ്രതിരോധവും അടിത്തട്ടി നിലനിൽക്കുക. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഈ പോലീസ് മർദ്ദനം തന്നെ, ഈ പോലീസ് മർദ്ദനം യഥാർത്ഥത്തിൽ CPM-ൻ്റെ ലക്ഷക്കണക്കിനായിട്ടുള്ള അണികളെ വലിയ തോതിൽ അവരുടെ മനസ്സിനെ ബാധിച്ചിട്ടുണ്ട്. ആ ബാധിച്ചിട്ടുള്ള മനുഷ്യർ തന്നെ, അവരിൽ തന്നെ ബഹുഭൂരിപക്ഷവും വി എസ് ഉണ്ടായിരുന്നെങ്കിൽ ഇതിനോടുള്ള പ്രതികരണം എന്തായിരിക്കുമായിരുന്നു എന്ന് ചിന്തിക്കുന്നവരാണ്, മനസ്സിലായി? അപ്പോൾ സ്വാഭാവികമായും ഇങ്ങനെയുള്ളൊരു കൂടിച്ചേരലിൻ്റെ കുന്തമുന പ്രാഥമികമായി തിരിയുന്നത് ഭരണകൂടത്തിനെതിരെ തന്നെ ആയിരിക്കും, അതിന് ആരും സംശയമില്ല. പക്ഷേ അതോടൊപ്പം പ്രതിപക്ഷത്തിൻ്റെ ജീർണതയും കൂടി ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പ്രതീക്ഷിക്കാത്ത ഒരു കോണിൽ നിന്നുള്ള ഒരു വെല്ലുവിളിയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ അവരെന്താ കരുതുന്നത് ശ്രീത്തെ? അവർ കരുതുന്നത് ഇപ്പോൾ ഞങ്ങൾക്ക് 100 സീറ്റിനടുത്തുണ്ട്,
കോൺഗ്രസ് കംപ്ലീറ്റ് തകർന്നു കിടക്കുകയാണ്. അപ്പോൾ എന്ത് വന്നു കഴിഞ്ഞാലും ഒരു 71 സീറ്റെങ്കിലും ഞങ്ങൾക്ക് 100 വേണ്ട. അപ്പോൾ കോൺഗ്രസ് ഇങ്ങനെ തകർന്ന് കിടക്കുന്നുണ്ട്, വോട്ടുകൾ ഛിന്ന ഭിന്നമായി പോകും, കുറേ വോട്ട് BJPക്ക് പോകും. പക്ഷേ ഞങ്ങൾ ജയിക്കാനുള്ള വോട്ട് ഞങ്ങൾക്ക് കിട്ടും എന്ന് ധരിച്ച് വശമായിട്ടാണ് ഇവരിയ്ക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായിട്ടുള്ള വലിയൊരു വെല്ലുവിളിയായിരിക്കും ഞങ്ങൾ ഇപ്പം ആഗ്രഹിക്കുന്ന, നമുക്ക് ആഗ്രഹിക്കാനല്ലേ പറ്റുള്ളൂ, ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ഒരു കൂടിച്ചേരൽ എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇതിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ VSൻ്റെ രാഷ്ട്രീയത്തിനും പ്രത്യയശാസ്ത്രത്തിനും വേണ്ടി സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നയിക്കുന്നവരും അത് മനസ്സിൽ കൊണ്ടു നടക്കുന്നവരും എല്ലാവരും, CPM വിമതന്മാർ എന്ന് പറയുന്നവരുണ്ടല്ലോ, ഇപ്പോൾ ഞാൻ ഉമേഷ് ബാബു, NM പിയേഴ്സണ്, ആസാദ്, അങ്ങനെ ഒരുപാട് പേർ, അങ്ങനെയുള്ള എല്ലാ ആളുകളും നാളെ ഇവിടെ കൂടിച്ചേരുകയാണ്. അപ്പോൾ ഇതൊരു പുതിയ തുടക്കമാകണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കാരണം എല്ലാം ഞങ്ങളുടെ കയ്യിലല്ലല്ലോ. പിന്നെ എതിർപ്പെന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ഇന്നത്തെ ഏറ്റവും ക്രൂരമായിട്ടുള്ളൊരു ഭരണകൂടം. ഇപ്പം നമ്മൾ ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ 4-ാം തീയതിയാണ് ഈ പയ്യനെ മർദ്ദിക്കുന്ന വിഷ്വൽസ് വന്നത്. ഇന്നിപ്പോൾ 9-ആയി. ഒരു വാക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ അമേരിക്കയിലൊരു പോലീസുകാരനൊരു കറുത്തുറക്കക്കാരനെ ചവിട്ടിയല്ലോ, അയാളുടെ അമ്മയെ വൈറ്റ് ഹൗസിലേക്ക് വിളിച്ച് ക്ഷമ പറഞ്ഞു അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. ലോകത്തെ ഏറ്റവും സമ്പന്നമായ രാജ്യം, CPM സാമ്രാജ്യത്തെ രാജ്യം. ആ സ്ഥാനത്താണ് ഇത്ര ക്രൂരമായ ഒരു ചെറുപ്പക്കാരനെ മർദ്ദിച്ചിട്ട് ഒരാഴ്ചയായിട്ടും കമാന്നൊരക്ഷരം മിണ്ടാൻ പോലും തയ്യാറാവാത്ത ഒരു റൂത്ത്ലെസ് ആയിട്ടുള്ളൊരു ഭരണാധികാരിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊക്കെ നിലയിലായിരിക്കും വെല്ലുവിളി, ഞങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഇനി നാളെ ഉണ്ടാവുമോ ഇല്ലേ ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഞങ്ങളുടെ ഒരു 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 ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇതിൽ ഞങ്ങൾ വിജയിക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നമ്മൾ ഈ ഒരു മൂവ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഇതിനെല്ലാവരെയും അടുപ്പിച്ച് നിർത്തുന്നത് VS എന്ന് പറഞ്ഞാൽ ഒറ്റ ഫാക്ടറാണ്. ഇവരിൽ പലരും പല രാഷ്ട്രീയ കക്ഷികളിൽ നിന്നുള്ളവരാവാം. അപ്പോൾ അവരെല്ലാം ഒരുമിപ്പിക്കുക എന്ന് പറയുന്നത് ഈ ഒരു VS എന്ന് പറയുന്ന വികാരം കൊണ്ട് മാത്രം സാധ്യമാവുന്ന കാര്യമായിട്ടാണ് കരുതുന്നത്. ശ്രീത്ത്, ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു 1+1 = 2 എന്നുള്ളൊരു സംഭവം അല്ല, ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് സമവാക്യമല്ല. ഇതിനകത്ത് ഒരുപാട് പ്രതിസന്ധികൾ, ഒരുപാട് പ്രശ്നങ്ങൾ വരാം. പക്ഷെ നമ്മളിപ്പോൾ കാണുന്ന ഒറ്റ കാര്യം എന്ന് വെച്ചാൽ അഴിമതി, ഭൂമി കയ്യേറ്റം, സ്ത്രീ പീഡനം, മനുഷ്യാവകാശ ലംഘനം, ഇതിനെതിരെയൊക്കെ വിട്ടുവീഴ്ചയില്ലാതെ അചഞ്ചലമായി പോരാടുന്നവർക്കെല്ലാം ഒരുമിക്കാൻ കഴിയുന്ന ഒരു വേദി. അത് പറയുമ്പോൾ ഉള്ള പ്രത്യേകത എന്താ? അതിലേത് രാഷ്ട്രീയ പാർട്ടിക്കാർക്കുള്ളവർക്കും ഈ മുദ്രാവാക്യത്തോട് യോജിക്കുകയാണെങ്കിൽ വരാം, CPMകാർക്ക് വരാം, കോൺഗ്രസ്സുകാർക്ക് വരാം, ഇനി BJPക്കാരനകത്ത് ഇതിനോട് യോജിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വരാം. മനസ്സിലായി? അപ്പം ഇപ്പം ഞങ്ങളുടെ മുന്നിൽ ഇങ്ങനെയുള്ള ഒരു ലൂസ് പ്ലാറ്റ്ഫോം മാത്രമേ ഉള്ളൂ. നാളെ ഇതെന്താവും അതിനെക്കുറിച്ചൊന്നും ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഇപ്പം ഞങ്ങൾ ഈ പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് ഞങ്ങൾ ചിന്തിക്കുകയാണ്. അതിൽ VS എന്ന് പറഞ്ഞ വികാരം വളരെ നിർണായകമാണ്. പ്രത്യേകിച്ച് ഞാൻ നമ്മുടെ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ രാഷ്ട്രീയം ഇന്ന് യഥാർത്ഥത്തിൽ 2-3 മുന്നണി എന്നുള്ള നിലയിൽ ഇല്ല കേരളത്തിൽ. ഇന്നെല്ലാം കൂടി ഒരു സൈസ് അഴകുഴമ്പനായിട്ടുള്ള ഒരൊറ്റ ഒരു കുഴഞ്ഞു മറിഞ്ഞ ഒരു സാധനമാണ് ഉള്ളത്. ഇപ്പോൾ 15-ാം തീയതി രാഹുൽ മാങ്കൂട്ടം വരുന്നതിനെ കുറിച്ചിട്ടുള്ള ചർച്ച, യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടം വരുന്നുള്ള ചർച്ചയേക്കാൾ പ്രധാനം എന്താണ്? അവിടെ കടകംപള്ളി സുരേന്ദ്രൻ ഇരിക്കുന്നു, അവിടെ മുകേഷ് ഇരിക്കുന്നു, അവിടെ ഗണേഷ് കുമാർ ഇരിക്കുന്നു എന്നുള്ളത്. മനസ്സിലായി? അപ്പം അവരും ഇപ്പുറത്ത് രാഹുൽ മാങ്കൂട്ടവും. മനസ്സിലായി? അപ്പോൾ ഇത് എല്ലാം ഒന്നായിരിക്കുന്നൊരു സാഹചര്യത്തിൽ ആണ് VSൻ്റെ ഒരു ഓർമ്മയെ ഒന്ന് ഉത്തേജിപ്പിക്കാനും ഉദ്ദീപിപ്പിക്കാനും അതിലൂടെ ഒരു വേദി ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമോ എന്നുള്ളൊരു പരീക്ഷണം ഞങ്ങൾ നടത്തുന്നത്. എവിടെ എത്തും എന്ന് ഞങ്ങൾക്ക് ഇപ്പം ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. അല്ല, എവിടെ എത്തും എന്നുള്ളതിനൊപ്പം തന്നെ CPM എന്ന് പറയുന്നൊരു പ്രസ്ഥാനം അപ്പുറത്തുണ്ട്. അവർക്ക് അവരുടേതായ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള അണികളും സംഘടനാ സംവിധാനമുണ്ട്. അവരിൽ നിന്നുള്ള എതിർപ്പ് അതൊരു ഭീഷണിയായി തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. അല്ല ശ്രീത്, അതിലൊന്നും തർക്കമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോൾ ഞങ്ങളിതൊക്കെ ചെയ്യുമ്പോൾ നാളെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവുമെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ കാരണം എന്താ? ഇപ്പോൾ TP ചന്ദ്രശേഖരനെ കൊന്നു. TP ചന്ദ്രശേഖരനെ വേണം ഒറ്റ കുത്തിന് കൊല്ലാമായിരുന്നു. പക്ഷേ TP ചന്ദ്രശേഖരനെ 51 വെട്ട് കിട്ടിയാണ് കൊന്നത്. ആ 51 വെട്ടും മുഖത്തിനിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് അത് 51 വെട്ടും മുഖത്തിനിട്ട് തന്നെ കിട്ടണം എന്നുള്ളൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ എന്തായിരുന്നു ആ നിർദ്ദേശം? ആ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്തെങ്കിലും ബദലിന് വേണ്ടി ഇറങ്ങിയാൽ അവൻ്റെ മുഖത്ത് 51 വെട്ടിയായിരിക്കും അവൻ കൊല്ലുക. അപ്പം ഈ ചന്ദ്രശേഖരനെ കൊന്നുകൊണ്ട് എന്താണ് അവർ ചെയ്തത്? ഇപ്പോൾ ചന്ദ്രശേഖരനെ കൊന്നു, 2 തെരഞ്ഞെടുപ്പ് തോറ്റു. അന്ന് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് ചർച്ച ചെയ്തു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഷാജാനെ ശരിയാണ്, ചന്ദ്രശേഖരനെ കൊന്നുകൊണ്ട് 2 തെരഞ്ഞെടുപ്പ് തോറ്റു. പക്ഷേ ചന്ദ്രശേഖരൻ ഇല്ല എന്നുള്ളത് അവർക്കിപ്പം ഭയങ്കര അഡ്വാൻറ്റേജാണ്.
കാരണം ചന്ദ്രശേഖരൻ ഉണ്ടായിരുന്നെങ്കിൽ അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ മുഴുവൻ ചന്ദ്രശേഖരനോട് പോയേനെ. ചന്ദ്രശേഖരൻ ഉണ്ടായിരുന്നപ്പോൾ അവിടുത്തെ 70% കമ്മ്യൂണിസ്റ്റുകാരും ചന്ദ്രശേഖരനോട് പോയി. ആർഎംപിയിൽ നിന്ന് ഇല്ലാതായെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ നടക്കുന്ന ഞങ്ങളെ പലരെയൊക്കെ ഇല്ലാതാക്കിയാൽ ഒരു പക്ഷേ അതുകൊണ്ട് 1-2 തെരഞ്ഞെടുപ്പ് തോറ്റെന്നിരിക്കും. പക്ഷേ 2 തെരഞ്ഞെടുപ്പ് തോറ്റ് 10 വർഷം കഴിഞ്ഞാലും പിന്നത്തെ സമൂഹത്തിൽ ഞങ്ങളില്ല, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും കാണാതെയല്ല ഞങ്ങൾ ഇതിലേക്ക് ഇറങ്ങുന്നത്. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്ത് ചില സത്യങ്ങളുണ്ട് എന്നാണ് VS-ൻ്റെ മരണം നമ്മളെ തെളിയിച്ചത്. ഇപ്പോൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാവുന്നത് എന്താണെന്നറിയോ? CPM-ൻ്റെ ഔദ്യോഗിക സംവിധാനം ഈ VS-ൻ്റെ വിലാപയാത്ര തകർക്കാൻ എല്ലാ പണിയും ചെയ്തിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. ഇപ്പോൾ തിരിഞ്ഞാലോചിക്കുമ്പോഴത്തേക്ക് ഇവിടെ വെച്ച് MV ജയരാജൻ രാത്രിയായപ്പോൾ വണ്ടിയിൽ അനൗൺസ്മെൻറ്റ് നടത്തി കൊണ്ടുപോയി. ഇപ്പോൾ എല്ലാവരും 11 മണിക്ക് മുമ്പ് കണ്ടോണമെന്നൊക്കെ പറഞ്ഞിട്ട്. ആലപ്പുഴയിലും ഇത് അട്ടിമറിക്കാൻ ശ്രമങ്ങൾ നടന്നതാണ്. പോയ ഒരു സ്ഥലത്തും ഈ ഓർമ്മ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനവും CPM-കാരൻ നടത്തിയിട്ടില്ല. എന്നാൽ എന്താ സംഭവിച്ചത്? ഇതിനെല്ലാം മറികടന്നുകൊണ്ട് പബ്ലിക് അറ്റ് ലാർജ്, ഇപ്പം നമ്മൾ ചോദിക്കുന്നവരുടെ എല്ലാവരുടെയും വീട്ടിൽ നിന്നുള്ള എല്ലാവരും ഈ അച്യുതാനന്ദൻ്റെ ഭൗതിക ശരീരം കാണാനായിട്ട് റോഡിൽ പോയിട്ടുണ്ട്. ഇതൊരു സർട്ടിഫിക്കറ്റും കണ്ടിട്ടല്ല. ഇതിലൊരു 10-30% പാർട്ടിക്കാരുണ്ടായിരുന്നു, ബാക്കി 70% പൊതുമണ്ഡലമായിരുന്നു. പിന്നെ കണ്ണേ കരളെ എന്നുള്ള മുദ്രാവാക്യം പിണറായി വിളിക്കരുതെന്ന് പറഞ്ഞതാണ്. ആ മുദ്രാവാക്യമാണ് ഇവിടുന്ന് ആലപ്പുഴ വരെ വിളിച്ചത്, മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുജനമെന്ന് പറഞ്ഞ വലിയൊരു സാധനമുണ്ട്. അവർ VS-ന് വേണ്ടി VS-ൻ്റെ വിലാപയാത്രയിൽ ഇറങ്ങി. നമ്മളിപ്പോൾ VS-ൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. കൃത്യമായി പറഞ്ഞാൽ ഒരു 2016-17 മുതൽ VS രാഷ്ട്രീയത്തിലില്ല, കംപ്ലീറ്റ് ഔട്ടാണ്. VS ഒരു മാസം അവിടെ ആശുപത്രി കിടന്നപ്പോൾ ഒരു പട്ടിക്കുഞ്ഞും VS-നെ കാണാൻ വന്നിട്ടില്ല. ഞങ്ങളിപ്പോൾ എല്ലാ ദിവസവും ഞാൻ ശക്തിധരൻ ആശുപത്രി പോയിരുന്നു. VS മരിച്ചു എന്നുള്ളത് പറഞ്ഞു. ഡെഡ് ബോഡി പുറത്തേക്ക് എടുത്തു. അവിടുന്ന് ഒരു 1/4 മണിക്കൂറുണ്ട് AK സെൻ്ററിൻ്റെ മുന്നിലേക്ക് കൊണ്ടുപോയി. ഞങ്ങളൊരു ഓട്ടോറിക്ഷ പിടിച്ച് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഒരു 12,000 ആൾ നിൽക്കുക. എന്ന് മാത്രമല്ല ശ്രീധ, ഏറ്റവും വൈകാരികമായിട്ടുള്ളൊരു ഒരു അപ്രൈസിങ്. ഇപ്പം ഉമ്മൻചാണ്ടിയുടെ അതൊക്കെ നമ്മളത് കണ്ടതാണ്. പക്ഷേ അതൊന്നും ഇതുപോലത്തതല്ല, മനസ്സിലായോ? അപ്പം അവിടെയെല്ലാം ജനം ചെയ്തത് എന്താ? 80 വയസ്സ് കഴിഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി മല കയറിയവൻ, കാട് കയറിയവൻ, അത് കെട്ടാനിപ്പോൾ അവർക്ക് തിരിച്ചു കൊടുക്കുമായിരുന്നു ജനം. ആ സ്നേഹവായ്പ ആ ജനം അടിത്തട്ടിൽ നിൽക്കുക. അവരുടെ എല്ലാം മനസ്സിലുള്ളത് VS-ആണ്. ആ VS മുന്നോട്ട് വെച്ച രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവും കൊണ്ടുപോകുന്ന ഒരു സംഘം ആളുകളിൽ ഈ ജനങ്ങൾ വിശ്വാസമർപ്പിച്ചാൽ, പറയാൻ എളുപ്പമാണ്, പക്ഷേ അർപ്പിച്ചാലുണ്ടല്ലോ അതിൽ നിന്നുണ്ടാകുന്ന റിസൾട്ട് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തായിരിക്കും. പക്ഷേ അർപ്പിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ വലിയൊരു ഒരു ചേണിങ് അടിത്തട്ടിൽ നടന്നിട്ടുണ്ട് VS-ൻ്റെ മരണവുമായി ബന്ധപ്പെട്ട്. അതെത്രത്തോളം കോർഡിനേറ്റ് ചെയ്യാനും പോളറൈസ് ചെയ്യിപ്പിക്കാനും കഴിയും എന്നുള്ളതനുസരിച്ചിരിക്കും ഈ മൂവ്മെൻറ്റിൻ്റെ ഭാവി. നമുക്കതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയാൻ കഴിയില്ല. പക്ഷേ ഒരു തുടക്കം ഞങ്ങൾ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവാണ്. ഞാൻ തന്നെ 100 കണക്കിന് ആളുകൾ നേരിട്ട് വിളിച്ചു, എല്ലാവരും പോസിറ്റീവാണ്. പക്ഷേ ഞങ്ങൾ പാർട്ടിക്കാരെ ഒന്നും ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടില്ല, ഞങ്ങളങ്ങനെ ബന്ധപ്പെടാൻ ഉദ്ദേശിക്കുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നാളെ നമ്മളൊരു തുടക്കം ഇട്ട് നോക്കുന്നു, എത്രത്തോളം വരും എന്നുള്ളത് നോക്കാം. ഇതൊരു പരീക്ഷണം എന്ന് മാത്രമേ ഇപ്പോൾ പറയാം. ഈ സാധാരണ നടക്കുന്ന അനുസ്മരണ സമ്മേളനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർമ്മ പുതുക്കൽ അല്ലെങ്കിൽ കുറച്ച് നല്ല വാക്കുകൾ പറഞ്ഞ് പിരിയുന്നതിൽ നിന്ന് വ്യത്യസ്തമായി VS എന്ന് പറഞ്ഞ മനുഷ്യൻ നടത്തിയ പോരാട്ടങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു മൂവ്മെൻറ്റ്, അത് വളരെ നല്ല ആശയമാണ്. അതിന് എല്ലാവിധ ഭാവുകങ്ങളും.